സാധാരണ ബസ് സമരം ഉണ്ടാകുമ്പോൾ പ്രയോജനം കൂടുതലുണ്ടാവുക സമാന്തര സർവീസുകൾക്കാണ്. ഏതായാലും ഇപ്പോൾ പക്ഷേ ലോ ഫ്ലോർ ബസ്സുകൾ നിരത്തിലിറങ്ങിയത് ഒരു അനുഗ്രഹമായി. സ്വകാര്യ ബസ് സമരം തുടങ്ങിയതോടെ കൊച്ചിയിലെ ലോ ഫ്ലോർ ബസ്സുകൾക്കാണ് വരുമാനം കൂടിയത്. രാവിലെയും വൈകിട്ടും സാമാന്യം നല്ല കളക്ഷനുണ്ട്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. ലോ ഫ്ലോർ ബസ്സുകൾ കടുത്ത നഷ്ടത്തിലാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ലോ ഫ്ലോർ ബസ്സുകൾക്ക് ഒരുപക്ഷെ തങ്ങളുടെ നഷ്ടം നികത്തുന്നതിനുള്ള ഒരു അവസരമായിരിക്കും ഇത്. കാരണം സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങാതായതോടുകൂടി കൂടുതൽ ആളുകൾ ഇതിലേക്ക് കയറുന്നു എന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള സംസാരം. എങ്ങനെയാണ് പൊതുവെ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്നുണ്ട് ഇതിൽ? പൊതുവെ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ വരുമാനമുണ്ട്. ഇപ്പോൾ ഉച്ച ഒരു ചാലായതുകൊണ്ട് മാത്രം കുറച്ച് ആളുകൾ ആയതുകൊണ്ട്, പക്ഷേ രാവിലെയും വൈകിട്ടും നല്ല ആളുണ്ട്, നല്ല തിരക്കുണ്ട്. എത്ര കണ്ട് വർധനയുണ്ടായിട്ടുണ്ട് ഈ ബസ് സമരം തുടങ്ങിയതിന് ശേഷം? വർധനമെന്ന് പറയുമ്പോൾ ഒരു ചാനൽ എങ്ങനെ പോയാലും ഒരു 2000, 1500, 2000, 2500 ആ ഒരു നിരക്ക് നല്ല വർധനമുണ്ട്. കഴിഞ്ഞ ദിവസം ഇറക്കിയ നഷ്ടം ശ്രദ്ധിച്ചു കാണുമല്ലോ. 28,000 രൂപയാണ് ഒരു ദിവസത്തെ നഷ്ടം കൊച്ചിയിലെ ലോ ഫ്ലോർ ബസ്സുകൾക്ക്. ഈ ഒരു സമരം വന്നുകൊണ്ട് വാസ്തവത്തിൽ നേട്ടമുണ്ടായത് ഈ ലോ ഫ്ലോർ ബസ്സുകൾക്കല്ലേ കൊച്ചിയിൽ? ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറേയേറെ നേട്ടം ലോ ഫ്ലോർ ബസ്സുകൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ബസ് ഫെയറിന്റെ ആ ഒരു അന്തരത്തിന് മാത്രം ആൾക്കാർ മടിച്ചു നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ വ്യത്യാസമുണ്ട്. സാധാരണ നിലയിലേക്കാൾ കൂടുതൽ വ്യത്യാസമുണ്ട്. എന്തായാലും യാത്രക്കാർ എന്താണ് പറയുന്നതെന്ന് നാം അറിയേണ്ടതുണ്ട്. കാരണം ഈ സമരമായതുകൊണ്ട് മാത്രമാണോ ലോ ഫ്ലോർ ബസ്സുകളിൽ കയറുന്നത്, അല്ല സ്ഥിരം യാത്രക്കാരാണോ? എന്തുകൊണ്ടാണ് ഇന്ന് ലോ ഫ്ലോർ ബസ്സുകളിൽ സ്ഥിരം യാത്രക്കാരനാണോ? അല്ല. എന്തുകൊണ്ടാണ് ഇന്ന് ഈ വാഹനത്തിൽ കയറിയത്? അല്ല, ഇത് കണ്ടു, ഒരു കംഫർട്ടബിൾ ആണെന്ന് തോന്നി. സ്വകാര്യ ബസ് സമരം ആണോ ഇത് ഈ ഒരു വാഹനത്തിൽ കയറാനുണ്ടായ കാരണം? തീർച്ചയായും. സ്വകാര്യ ബസ് സമരം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? സമരം ഒരുപക്ഷെ സമാന്തര സർവീസ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത്ര കാര്യമായിട്ട് ആളുകളെ ബാധിച്ചു തോന്നുന്നില്ല. തീർച്ചയായും ഇതുതന്നെയാണ് കാരണം ലോ ഫ്ലോർ ബസ്സുകൾക്ക് നിലനിൽപ്പിനായി പാടുപെടുന്ന ഒരു അവസ്ഥയിലാണ് ഇത്തരം ഒരു സമരം ഉണ്ടായത്. എങ്കിലും ഇപ്പോഴുള്ള ഏവരുടെയും പ്രതീക്ഷ ഇത്തരം ബസ്സുകളിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്.